മീറ്റർ റീഡേഴ്സിന് ഒരു യൂണിയൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് മീറ്റിംഗ്. പോകുന്ന വഴിക്ക് എറണാകുളം ഒന്ന് കറങ്ങാമെന്ന് കരുതി. ചേട്ടൻപുള്ളിയും ഉണ്ട് കൂടെ. മീറ്റർ റീഡർ അല്ലാത്ത ചേട്ടൻപുള്ളിയെ വെറുതെ അവിടെ കൊണ്ട് പോസ്റ്റ് ആക്കണ്ടല്ലോ. ചേട്ടൻപുള്ളിയുടെ വണ്ടിയും ഉണ്ട് കൂടെ. എറണാകുളം ജില്ലയിലെ എല്ലാ മീറ്റർ റീഡറെയും ഉൾക്കൊള്ളിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും 60 പേരോളം പങ്കെടുത്തു. സംഘടന എന്തായാലും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റി രൂപീകൃതമായി വരുന്നു. ഞായറാഴ്ച ഉൾപ്പെടെ ജോലി ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പകുതി ആളുകൾക്ക് പങ്കെടുക്കുവാൻ കഴിയും. മീറ്റിങ്ങിന് പങ്കെടുക്കാത്തവരും സംഘടനയുടെ ഒരു ഭാഗം തന്നെയാണ്. വിശദാംശങ്ങൾ പിന്നീട് പങ്കുവയ്ക്കാം. ചേട്ടൻപുള്ളി ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തി. മീറ്റിങ്ങിന് ശേഷം നേരെ പോയത് ഫോറം മാളിലേക്കാണ്. ഫോറം മാളാണ് നമ്മുടെ സ്ഥിരം വേട്ടമൃഗം. ഉച്ചഭക്ഷണം എന്തായാലും ഫോറം മാളിലെ ലുലുവിന്റെ ഹൈപ്പർ മാർട്ടിൽ നിന്നും വാങ്ങി. ചിക്കൻ കറി നല്ല രുചിയുണ്ട്. പാക്ക് ചെയ്ത് വെച്ചിരുന്ന അപ്പമാണ് വാങ്ങിയത്. തണുത്തു പോയത് കൊണ്ട് അപ്പം അത്ര രസമായി തോന്നി. 60 രൂപയുടെ ഓരോ മുന്തിരി ജ്യൂസ് കൂടെ വാങ്ങി. ഫോറം മാള് കറങ്ങി നടക്കുക എന്നുള്ളത് ഞായറാഴ്ചത്തെ സ്ഥിരം വിനോദമാണ്. ഹൈപ്പർ മാർട്ടിൽ കയറി ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ട്. ഫുഡ് കോർട്ടിൽ നിന്നും എസ്കലേറ്റർ വഴി നേരെ താഴേക്ക്. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതിനാൽ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ താഴെ നിന്നുള്ള ആംഗിളിൽ നിന്ന് എടുക്കണ്ട എന്ന് ചേട്ടൻപുള്ളിയോട് ഞാൻ പറഞ്ഞതാണ്. നീ ഇറങ്ങി വരുന്നത് മരണമാസമായിരിക്കുമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേട്ടൻപുള്ളിയുടെ ഒരു മരണമാസ വീഡിയോ എടുക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. വാങ്ങിയ സാധനങ്ങളൊക്കെ ചേട്ടൻപുള്ളിയെ പിടിപ്പിച്ച് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മറ്റൊരു വീഡിയോ കൂടി എടുത്തു. ഇതെങ്കിലും മരണമാസ വീഡിയോ ആകുമോ എന്നറിയണമല്ലോ. ആ ആംഗിൾ എന്തായാലും ചേട്ടൻപുള്ളിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മറ്റൊരു മോശം ആംഗിളിൽ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും ലഭിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ.